ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. തമിഴ്നാട്ടിലെ ഇലക്ഷൻ ഇപ്പോൾ അവസാനത്തിലേക്കാണ് പോകുന്നത്. ഏപ്രിൽ 23 വ്യാഴാഴ്ചയാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത്. 2 മണ്ഡലങ്ങളിലായിട്ടാണ് ദളപതി വിജയ് അവിടെ മത്സരിക്കുന്നത്. ഇപ്പോൾ തലൈവർ വിജയാണ്, ടിവിക്ക് ചീഫും കൂടെയാണ് കാൻഡിഡേറ്റ്, CM കാൻഡിഡേറ്റ് ആണ് മത്സരിക്കുന്നത്. പെരമ്പൂരിലും തൃച്ചി ഈസ്റ്റിലുമാണ്. ഇപ്പോൾ ലാസ്റ്റായിട്ട് തൃച്ചി ഈസ്റ്റിലേക്ക് പോയപ്പോൾ വിജയ്ക്കെതിരെ ഒരു ആരോപണമുണ്ടായി. മതപള്ളികളിലേക്കും മതപുരോഹിതന്മാരുടെയിലും പോയത് വോട്ട് നേടാനാണ് അത്രേ. അതൊരു സിംപ്ലിസിറ്റി സ്റ്റണ്ട് അല്ല, ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് തൃച്ചിയിൽ പോയപ്പം വിജയ് ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാണിക്കുന്ന എന്താണ്, ഒരു യൂണിറ്റി. എല്ലാവരും ഒന്നാണ്, ആർക്കും ഒരു വേർതിരിവില്ല, എല്ലാവരെയും ഒന്നായിട്ടാണ് കാണുന്ന ഒരു യൂണിറ്റിയാണ് തലൈവർ വിജയ് അവിടെ കാണിച്ചത്. ബട്ട് പലരും അത് നെഗറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. പലരും അത് വിജയ് പബ്ലിസിറ്റി സ്റ്റണ്ടിനാണ് ചെയ്തത്, വോട്ട് മേടിക്കാനാണ് ചെയ്തത്. വിജയ് ഈ നല്ല അഭിനയം വെച്ചിട്ടാണ് സിനിമയിൽ നിന്ന് ഇപ്പോൾ പോകുന്നത്, സിനിമയിൽ അഭിനയിച്ചൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഈ വേറെ മുൻപിൽ ഇത് അങ്ങനെ ആരെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? കാരണം വിജയ് ഇത് ചെയ്യുന്നു. എല്ലാവരും ഒന്നാണ്, എല്ലാ മതങ്ങളും എല്ലാ മതാചാരങ്ങളും എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ഒരു യൂണിറ്റി അല്ലേ ഇതിലൂടെ കാണിക്കുന്നത്. കാരണം ആരെയും മാറ്റി നിർത്തില്ല, എല്ലാവരുടെ അടുത്തും പോയി, എല്ലാവരോടും പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരും ഒന്നാണ്, എല്ലാവരും എനിക്ക് ഒന്ന് തന്നെയാണ്, എല്ലാവർക്കും എല്ലാവരും ഒന്ന് തന്നെയാണെന്നൊരു യൂണിറ്റി കോഡ് തന്നെയല്ലേ വിജയ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെയും പല ആൾക്കാർ നെഗറ്റീവായിട്ടും പല വിമർശനങ്ങളും പറയുന്നുണ്ട്. കാരണം പിന്നെ നിങ്ങൾക്കറിയാലോ ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ, അത് എത്രമാത്രമാണ് വിജയിയെ ആൾക്കാർ പേടിക്കുന്നു അല്ലെങ്കിൽ വിജയിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആദ്യം ഒരു ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ പ്രാർത്ഥിച്ചു. പിന്നെ അമ്പലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ പ്രാർത്ഥിച്ചു. പിന്നെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാ മത ആചാരങ്ങളെയും ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ മതത്തിലെ ആൾക്കാരെയും വിശ്വസിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു യൂണിറ്റിയോ ഒരു ഐഡന്റിറ്റിയാണ് അവിടെ ദളപതി വിജയ് കൊണ്ടുവന്നത്. അപ്പോൾ ആരെയും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല, എല്ലാവരെയും ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആരും വേറെയല്ല, ആരും മുതിയവരുമല്ല എന്ന് തന്നെയാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ഇതിനു മുമ്പ് ഒരു പൊളിറ്റീഷ്യൻസും ചെയ്തതായിട്ട് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് തമിഴ്നാട്ടിലും ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്താണ് പറയേണ്ടത്, ഇത് ഒരു പുതിയൊരു സംരംഭമാണ്, അല്ലെങ്കിൽ പുതിയൊരു കാര്യമാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ചെയ്തായിട്ട് എനിക്ക് അറിയത്തൂല. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ചെയ്തേക്ക്. അപ്പോൾ അത് അദ്ദേഹം ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിന് അതൊരു മേൽക്കോയ്മയായല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും നെഗറ്റീവ് പറയുവാണ്. അത് കള്ളമാണ്, അത് വോട്ട് പിടിക്കാനായിട്ടാണ്, അത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, അത് അവരുടെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹം ഈ നെഗറ്റീവ്സ് മുമ്പ് സിനിമയിലായാലും ഇപ്പോൾ പൊളിറ്റിക്സിലും അങ്ങനെയാണ്, നെഗറ്റീവ്സിനെ കയ്യിലെടുക്കാറില്ല, അത് ശ്രദ്ധിക്കാറില്ല, അത് അവോയ്ഡ് ചെയ്ത് വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കും. അപ്പോൾ ഇതൊരു ചർച്ചയാക്കേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവായിട്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കാര്യം ആരും ചെയ്തിട്ടില്ല. 3 പേരെ അല്ലെങ്കിൽ എല്ലാവരെയും യുണൈറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു കാര്യം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്.